ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ. ചരിത്ര നേട്ടത്തിനരികിൽ സൗത്ത് ആഫ്രിക്ക. വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ മൂന്നാം ദിനമായ ഇന്നലെ കളി നിർത്തുമ്പോൾ 8 വിക്കറ്റ് ബാക്കി നിൽക്കെ 69 റൺസാണ് സൗത്ത് ആഫ്രിക്കയ്ക്ക് മത്സരം വിജയിക്കാൻ വേണ്ടത്. ട്രാഫിക് സിനിമയിലെ ആ ഒരു പ്രശസ്തമായ ഡയലോഗ് ഒന്ന് ട്വീക്ക് ചെയ്ത് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ഒരു ടൂർണമെന്റ് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ എന്ന് പറയുന്നത് ഓസ്ട്രേലിയ വിജയിച്ചാൽ അത് ഏതൊരു ടൂർണമെന്റിനെയും പോലെ കടന്നു പോകും. എന്നാൽ സൗത്ത് ആഫ്രിക്കയാണ് വിജയിക്കുന്നതെങ്കിൽ അത് ഒരു ചരിത്രമായി മാറും. ടെസ്റ്റ് മത്സരങ്ങളൊക്കെ ആ ഒരു ബിഗ് ത്രീയിലേക്ക് ചുരുക്കാനായിട്ട് ശ്രമങ്ങൾ നടക്കുമ്പോൾ, ബിഗ് ത്രീ എന്ന് പറയുന്നത് ഇന്ത്യ, ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ, അതായത് ഇവർ മൂന്നുപേരുമാണ് ഏറ്റവും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ബോർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ കൂടുതൽ മത്സരങ്ങൾ കളിക്കുക, അങ്ങനെ ഒരു ഗ്രൂപ്പ് എന്ന രീതിയിൽ തരംതിരിക്കുക. അതായത് കുറച്ച് ടീമുകൾ, അതായത് പ്രധാനപ്പെട്ട കുറച്ച് ടീമുകൾ ഒരു ഗ്രൂപ്പിൽ, മറ്റ് അപ്രധാനമായ കുറച്ച് ടീമുകൾ മറ്റൊരു ഗ്രൂപ്പിൽ, അങ്ങനെ വന്നിട്ട് ഈ ഒരു ക്രിക്കറ്റ് ലോകത്ത്, പ്രത്യേകിച്ച് ടെസ്റ്റ് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ആ ഒരു തരംതിരിവൊക്കെ വേണമെന്ന ആവശ്യങ്ങൾ നിലനിൽക്കുമ്പോൾ, അതിനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ സൗത്ത് ആഫ്രിക്ക ഈ കിരീടം ജയിച്ചു കഴിഞ്ഞാൽ അതൊരു പ്രഖ്യാപനമായിട്ട് മാറും. ഈ ഒരു ബിഗ് ത്രീ മാത്രമല്ല, തങ്ങളും ഈ ഒരു ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ലോകത്ത് ആ ഒരു ഉറച്ച ആ ഒരു ശബ്ദത്തോടെ നിലനിൽക്കുമെന്നൊരു പ്രഖ്യാപനമായിരിക്കും സൗത്ത് ആഫ്രിക്ക എന്ന് ജയിച്ചാൽ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് സൗത്ത് ആഫ്രിക്ക ജയിച്ചു കഴിഞ്ഞാൽ അതൊരു ചരിത്രമാവും എന്നുള്ള കാര്യം. ഇനി നമ്മൾ ഇന്നലെ ഒരു ഡേ 1 ഡേ 2 റിവ്യൂ ഒരുമിച്ചാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയക്കാണ് ഈ മത്സരത്തിൽ വ്യക്തമായ മുൻതൂക്കമെന്നാണ്. അതിന് കാരണം ഓസ്ട്രേലിയ തീർത്തും ഡോമിനേറ്റിംഗ് ആയിട്ടൊന്നുമല്ല ഈ മത്സരം കളിച്ചത്. ഈ മത്സരത്തെക്കുറിച്ച് കൃത്യമായിട്ടൊരു ബോക്സിംഗ് ടേംസിൽ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോപ്പറായിട്ട് പഞ്ചുകൾ കൊടുത്ത് ആ ഒരു ഈക്വൽ നിലയിൽ തന്നെയാണ് ഏറെക്കുറെ ഈ മത്സരം മുന്നോട്ട് പോയത്. എങ്കിലും ഈ ഡിസസീവ് ആയിട്ടുള്ള ഡോമിനേഷൻ, അതായത് ഈ മത്സരത്തിലെ ഫലം തങ്ങളുടെ പക്കലേക്ക് ആക്കാവുന്ന പല മൊമെന്റ്സും സൗത്ത് ആഫ്രിക്കയ്ക്ക് ഉണ്ടായിരുന്നു. അതായത് ആദ്യം ബോൾ ചെയ്ത് വളരെ മികച്ച രീതിയിൽ അവർ ഓസ്ട്രേലിയ 212 ഒതുക്കി. എന്നിട്ടൊരു 70 റൺസ് ലീഡ് കിട്ടിയാൽ തന്നെ അവർക്ക് വ്യക്തമായൊരു മേധാവിത്വം ഉണ്ടാവുമായിരുന്നു. എന്നാൽ അവർ 138 ഓൾ ഔട്ട് ആവുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു വൻ ലീഡ് വഴങ്ങിയിട്ടും അവർ തളർന്നില്ല. അവർ ഓസ്ട്രേലിയ 73-7 എന്ന നിലയിലേക്ക് വീണ്ടും ചുരുക്കി. അപ്പോൾ പിന്നീട് ഒരു 3 വിക്കറ്റ്, ആ ഒരു 100 താഴെ അവരെ ഒതുക്കിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും ആ ഒരു ഡോമിനേഷൻ അവർക്ക് കൊണ്ടുവരാമായിരുന്നു. എന്നാൽ ആ ഒരു 73 അവസ്ഥയിൽ നിന്ന് കഴിഞ്ഞ രണ്ടാം ദിവസം കളി നിർത്തുമ്പോൾ 144 എന്നൊരു അവസ്ഥയിലേക്ക് വന്നു. അത് മിച്ചൽ സ്റ്റാർക്കിന്റെ ക്യാച്ച് ഉൾപ്പെടെ അവസാന ഓവറിൽ വിട്ട് കളഞ്ഞപ്പോഴേക്കും അവർക്ക് ആ വ്യക്തമായി ഉണ്ടായിരുന്ന മുൻതൂക്കം കളഞ്ഞു കുളിക്കുകയും, ഇപ്പോൾ ആദ്യ ഇന്നിംഗ്സ് വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഓസ്ട്രേലിയ അങ്ങനെ ഒരു മുൻതൂക്കം നേടുകയും ചെയ്തു. എന്നാൽ നമ്മൾ ഈ മൂന്നാം ദിവസത്തിലേക്ക് വരുമ്പോൾ അവിടുത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മത്സരത്തിൽ ഏറ്റവും മികച്ച ബാറ്റിംഗ് കണ്ടീഷൻസ് ഉണ്ടായിരുന്നത് മൂന്നാം ദിവസമാണ്. അതായത് സൂര്യൻ പുറത്തുണ്ടായിരുന്നു, അതായത് ഓവർ ഹെഡ് കണ്ടീഷൻസ് ഒന്നുമില്ല, ബാറ്റിങ്ങിന് അനുകൂലമായ കണ്ടീഷൻസ് ആയിരുന്നു. ആദ്യത്തെ 2 ദിവസം കിട്ടിയ ആ ഒരു സ്വിങ്ങും ആ ഒരു ബോളേഴ്സിനുള്ള പിന്തുണയൊന്നും മൂന്നാം ദിവസം കിട്ടിയില്ല. അത് നമ്മൾ ആ ഒരു ഫസ്റ്റ് സെഷനിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായതാണ്. അതായത് ഓസീസ് വളരെ നല്ല രീതിയിലാണ് ബാറ്റ് ചെയ്തത്. ഇപ്പോൾ മിച്ചൽ സ്റ്റാർക്ക് ഒരു 50യോടെ ടീമിനെ മുന്നോട്ട് നയിച്ചു. ഞാൻ ഓൾറെഡി ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു, അതായത് മിച്ചൽ സ്റ്റാർക്കിന്റെ ക്യാച്ച് കളഞ്ഞത് ചിലപ്പോൾ ക്രൂഷ്യലായിട്ട് മാറാം, സ്റ്റാർക്ക് റൺസ് എടുക്കാൻ സാധ്യതയുണ്ടെന്ന കാര്യം പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും സ്റ്റാർക്ക് റൺസ് സ്കോർ ചെയ്തു. ഒരു ഹാഫ് സെഞ്ചുറി സ്കോർ ചെയ്തതോടുകൂടി നമ്മുടെ ഓസീസിനെ നല്ലൊരു നിലയിൽ തന്നെ എത്തിച്ചു. നമ്മൾ ആ ഓസ്ട്രേലിയയുടെ സ്കോർ കാർഡ് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു 73-7 എന്നൊരു സിറ്റുവേഷനിൽ നിന്ന് 207-10 നിലയിലേക്ക് വന്നു. അപ്പോൾ അവസാന പാർട്ണർഷിപ്പ് വരെ ഹേസൽവുഡും മിച്ചൽ സ്റ്റാർക്കും കൂടെ ചേർന്നിട്ട് ഒരു 50 പാർട്ണർഷിപ്പ് കൊണ്ടുവരികയാണ് ഉണ്ടായത്. അങ്ങനെ വന്നപ്പോഴേക്കും സൗത്ത് ആഫ്രിക്കയ്ക്ക് മുന്നിൽ ആ ഒരു 282 എന്നൊരു വിജയലക്ഷ്യം ഉയർത്താൻ ഓസ്ട്രേലിയക്കായി. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇപ്പോൾ 2005 ശേഷം ഒരേ ഒരു തവണ മാത്രമാണ് ഒരു 200+ സ്കോർ ലോർഡ്സിൽ ജയിച്ചിരിക്കുന്നത്. അങ്ങനെ ഹിസ്റ്ററി, ചരിത്രമൊക്കെ ഈ ഒരു ഫോർത്ത് ഇന്നിംഗ്സ് ചേസിനെതിരായിരുന്നെങ്കിലും ഇവരെ പിന്തുണച്ചൊരു കാര്യം എന്ന് പറയുന്നത് നല്ല ഒരു ബാറ്റിംഗ് സർഫസ് ആയിരുന്നു, ബാറ്റിംഗ് ഫ്രണ്ട്ലി കണ്ടീഷൻസ് ആയിരുന്നു. അത് നന്നായിട്ട് മുതലെടുത്തു. ഇനിയിപ്പോൾ ആദ്യത്തെ സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രസ്ട്രേറ്റിംഗ് സെഷൻ ആയിരുന്നു സൗത്ത് ആഫ്രിക്കയ്ക്ക്. കാരണം ഇവരെ പെട്ടെന്ന് ഓൾ ഔട്ട് ആക്കാനായിട്ട് വന്നിട്ട് ഒരുവിധം ആ സെഷൻ മുഴുവൻ എന്ത് ചെയ്തു, അവർ നന്നായിട്ട് തന്നെ അവർ പിടിച്ചു നിന്നു, അവർ ചെറുത്ത് നിൽപ്പ്, ഓസീസ് വാലറ്റത്തിന്റെ ഒരു ചെറുത്ത് നിൽപ്പാണ് ഒരു ഫസ്റ്റ് സെഷനിൽ നമ്മൾ കണ്ടത്. അപ്പോൾ ആ ഒരു സെഷനിന്റെ പ്രചോദനം ഉൾക്കൊണ്ടു. അതായത് ഓസീസിന്റെ വാലറ്റത്തിന് ആ ഒരു സെഷൻ നന്നായിട്ട് പിടിച്ചു നിൽക്കാമെങ്കിൽ എന്തുകൊണ്ട് തങ്ങളുടെ ആ ഒരു ഫ്രണ്ട് ലൈൻ ബാറ്റേഴ്സിനെ പിടിച്ചു നിന്നുകൂടാ? അത് തന്നെയായിരുന്നു അവരുടെ ആറ്റിറ്റ്യൂഡ്. ഇപ്പോൾ ഫസ്റ്റ് ഇന്നിംഗ്സ് വന്നപ്പോഴേക്കും ഇവർ ഓവർ ഡിഫെൻസീവ് ആയിരുന്നു, അതായത് റൺസ് സ്കോർ ചെയ്യാനുള്ള ശ്രമങ്ങളൊന്നും നടത്തിയില്ല. എന്നാൽ ഈ ഒരു ഇന്നിംഗ്സ്, സെക്കൻഡ് ഇന്നിംഗ്സിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ആദ്യത്തെ ഒരു 10 ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ റൺ റേറ്റ് ഒരു 4 ആ ഒരു റേഞ്ചിലായിരുന്നു അവരുടെ റൺ റേറ്റ്. അതായത് നന്നായിട്ട് ബാറ്റ് ചെയ്ത് തന്നെ വന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് പാറ്റ് കമ്മിൻസിന് നാഥാൻ ലിയോണിനെ നേരത്തെ കൊണ്ടുവരേണ്ടി വന്നു. ലിയോണിന് നല്ല രീതിയിൽ ടേൺ കിട്ടി. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേനും അവർക്ക് പാർട്ട് ടൈം സ്പിന്നേഴ്സിനെ അവർ യൂസ് ചെയ്തു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കും ഓസീസ് ഫസ്റ്റ് ഇന്നിംഗ്സിൽ എന്തൊക്കെ പ്ലാൻ ചെയ്തോ ആ ഒരു പ്ലാനിൽ നിന്ന് വ്യതിചലിക്കേണ്ട അവസ്ഥ ഈ ഒരു സെക്കൻഡ് ഇന്നിംഗ്സ് ആയപ്പോഴേക്കും വന്നു. ഇവിടെ നമ്മൾ പറയേണ്ടത് റിക്കിൾട്ടൺ പെട്ടെന്ന് തന്നെ പുറത്തായി. റിക്കിൾട്ടൺ ഒരു സോഫ്റ്റ് ഡിസ്മിസൽ ആയിരുന്നു, ഒരു അനാവശ്യ ഷോട്ടിന് ശ്രമിച്ച് പുറത്തായതായിരുന്നു. റിക്കിൾട്ടൺ എടുത്ത 6 റൺസ് മാത്രമാണ്. അത് കഴിഞ്ഞ് വിയാൻ മുൾഡറും എയ്ഡൻ മാർക്കും കൂടെ ചേർന്നിട്ട് വളരെ നന്നായിട്ട് തന്നെ മത്സരം മുന്നോട്ട് കൊണ്ടുപോയി. അതിലൊരു 50 പാർട്ണർഷിപ്പ് ആ ഒരു ഇതിൽ വന്നു. എന്നിവിടെ എടുത്തു പറയേണ്ടത് മാർക്കറ്റിന്റെ ഇന്നിംഗ്സ് ആണ്. അതായത്
കൂൾ കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ടുള്ള വളരെ എക്സലന്റ് ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് ആണ്. ഇന്നലെ മാർട്ടിനോ എടുത്തത് 159 മുതൽ 102 റൺസ് ആണ്. ആ ഒരു ഇന്നിങ്സ് പ്രോപ്പർ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോയി. അതായത് നമുക്കറിയാം ഇപ്പോൾ 282 ബോളിന്റെ ചേസ് ലോർഡ്സിൽ ഫോർത്ത് ഇന്നിങ്സിൽ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അവരുടെ ഒന്നോ രണ്ടോ ബാറ്റേഴ്സ് അവരുടെ ഒരു മികച്ച ഇന്നിങ്സ് കളിക്കണം, അതൊരു എക്സലന്റ് ഇന്നിങ്സ് കളിക്കണം. മാർക്കത്തിന് തന്നെ കരിയറിലെ ഏറ്റവും മികച്ച സെഞ്ചുറി ആയിട്ട് നമുക്ക് അടയാളപ്പെടുത്താവുന്ന ഒരു ഇന്നിങ്സ് ആണിത്. കാരണം ആ ഒരു മാച്ചിന്റെ പ്രഷർ, ഒരു ബിഗ് മാച്ച് ആണ്, ഒരു ICC ഫൈനലാണ്. അപ്പോൾ ആ ഒരു മൊമെന്റിൽ സ്റ്റെപ്പ് ചെയ്യുക, പ്രത്യേകിച്ച് ആദ്യ ഇന്നിങ്സിൽ ഡക്കിന് പോയി അങ്ങനെ ആ ഒരു സ്റ്റെപ്പ് ചെയ്യുക എന്നുള്ള ആ ഒരു കാര്യം കൃത്യമായിട്ട് മാർക്കം ചെയ്തു. ഇപ്പോൾ ഫസ്റ്റ് ഇന്നിങ്സിൽ ഡക്കും അങ്ങനെ സെക്കൻഡ് ഇന്നിങ്സിൽ സെഞ്ചുറിയും എന്നുള്ളൊരു അപൂർവമായിട്ടുള്ള റെക്കോർഡും മാർക്കത്തിന് സ്വന്തമായി. പിന്നീട് ബൗമ. ഇപ്പോൾ ബൗമയെ പറ്റി പറയാനാണെങ്കിൽ ഇപ്പോൾ ആദ്യ ഇന്നിങ്സിലും അത്യാവശ്യം നന്നായിട്ട് കളിച്ചത് ബാറ്റ് ചെയ്ത ബൗമയാണ്. ഈ രണ്ടാം ഇന്നിങ്സ് വന്നപ്പോഴേക്കും മാർക്കറുമായിട്ട് ആ ഒരു നല്ല പാർട്ണർഷിപ്പ് സ്റ്റിച്ച് ചെയ്തു. അത് മാത്രമല്ല ഇടയ്ക്ക് ഒരു ഹാംസ്ട്രിംഗ് നിഗിൾ വന്നപ്പോൾ അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് പുള്ളി പിന്നെയും ബാറ്റ് ചെയ്യാൻ തുടർന്നു. അപ്പോൾ ഈ ഒരു പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് മത്സരത്തിൽ വളരെയേറെ ക്രൂഷ്യലായി. അതായത് ഇവരുടെ രണ്ടാമത്തെ വിക്കറ്റ് പോകുന്നത് 70 റൺസിനാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 213 നിൽക്കുമ്പോൾ ഒരു 143 റൺസിന്റെ ഒരു അപരാജിത കൂട്ടുകെട്ടാണ് ഇവർ പടുത്തുയർത്തിയിരിക്കുന്നത്. ഇനി വെറും 69 റൺസ് മാത്രമാണ് വേണ്ടത്. ഇന്നത്തെ ഫസ്റ്റ് സെഷനിൽ തന്നെ നമുക്ക് വിധി അറിയാം. ഇനി ഫൈനലാണ്. സ്ട്രെയിഞ്ച് ആയിട്ടുള്ള തിങ്സ് സംഭവിച്ചിട്ടുണ്ട്, പക്ഷെ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. കാരണം നമുക്കറിയാം ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ വളരെ ചെറിയ സ്കോറിനൊക്കെ ടീമുകൾ പുറത്തായിട്ടുണ്ട്. കാരണം പ്രഷറാണ്, ഫൈനലാണ്, അങ്ങനെ വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള തിങ്സ് ഒക്കെ സംഭവിക്കാം. എന്നാൽ ഇന്നത്തെ മത്സരത്തിൽ സൗത്ത് ആഫ്രിക്ക വിജയിക്കട്ടെ. കാരണം തീർച്ചയായിട്ടും 8 വിക്കറ്റ് ബാക്കിയുണ്ട്, വെറും 69 റൺസ് മാത്രമാണ് വേണ്ടത്. ഇന്നലെ ബാറ്റിംഗ് ഫ്രണ്ട്ലി കണ്ടീഷൻസ് ആയിരുന്നു. ഇനി ഇന്നത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ഒരു ഇഷ്യൂ വരാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നഥാൻ ലിയോണിന് നല്ല ഒരു പ്രത്യേകിച്ച് ഒരു എൻഡിൽ നിന്നിട്ട് ഒരു 2.5 ഡിഗ്രി ടേൺ വരെ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രമാണ് ഒരു ത്രെറ്റായിട്ട് തോന്നുന്നത്. ഇപ്പോൾ കാരണം ഇനി സ്കോർ വെറും 69 റൺസ് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഇവർക്ക് സുഖമായിട്ട് ചേസ് ചെയ്യാം. അങ്ങനെ സൗത്ത് ആഫ്രിക്ക ഈ മത്സരം ജയിക്കുകയാണെങ്കിൽ അതൊരു ചരിത്രമായിരിക്കും. ഇപ്പോൾ 1998 ആ ഒരു ICC നോക്കൌട്ട് ട്രോഫി അല്ലാതെ പിന്നീട് ഒരു ICC കിരീടം അവർക്ക് സ്വന്തമാക്കാനായിട്ടില്ല. പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോൾ പല തവണ ഇപ്പൊ കപ്പിനും ചുണ്ടിനും അരികിൽ നഷ്ടപ്പെട്ടു പോയെന്ന അവസ്ഥയായിരുന്നു സൗത്ത് ആഫ്രിക്കയ്ക്ക്. അതായത് ഗ്രൂപ്പ് ഘട്ടങ്ങളിലെല്ലാം നന്നായിട്ട് കളിക്കും, എന്നിട്ട് നോക്കൌട്ട് വരുമ്പോൾ ഇവര് പ്രഷർ കാരണം, അത് ഇവർക്ക് പ്രതിഭകളോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള എക്സലന്റ് പ്ലേയേഴ്സോ ഒന്നും ഇല്ലാഞ്ഞിട്ടല്ല. ജാക്ക് ആലിസ് നമുക്ക് ഗ്രേറ്റസ്റ്റ് ഓൾറൗണ്ടർ എവർ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. അതുപോലെ AB ഡിവില്ലിയേഴ്സ്, ഗ്രെയിം സ്മിത്ത്, ഷോൺ പൊള്ളോക്ക്, അപ്പോൾ അങ്ങനെ ഇഷ്ടം പോലെ പ്ലേയേഴ്സ് ഇവർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ആ ഒരു കിരീടത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. എന്നാൽ ഇന്ന് ടെമ്പ ബൗമയ്ക്ക് കീഴിൽ അവര് കിരീടത്തിലേക്ക് എത്തട്ടെ, ഒരു സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റിന് ഒരു പുതിയ യുഗമാകട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ ഒരു സെഷന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ ഈ മത്സരത്തിൽ റിസൾട്ട് അറിയാൻ. എന്തായാലും സൗത്ത് ആഫ്രിക്കയ്ക്ക് തന്നെ ഒരു പുതുചരിത്രം രചിക്കാൻ കഴിയട്ടെ. കാരണം ഓസീസ് എന്ന് പറയുന്നത് സ്ഥിരം, ഞാൻ തുടക്കം പറഞ്ഞ പോലെ സ്ഥിരം ഈ ഒരു കപ്പ് എടുക്കുന്ന ടീമാണ്. അപ്പോൾ ഇവർ ഇത്തവണ കപ്പ് എടുത്താലും വലിയ വ്യത്യാസമൊന്നും കൊണ്ടുവരാൻ കഴിയില്ല. എന്നാൽ സൗത്ത് ആഫ്രിക്ക കപ്പ് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ചരിത്രം, ഒരു റെവല്യൂഷൻ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ ആ ഒരു ചർച്ചകളൊക്കെ നടക്കുന്ന സ്ഥിതിക്ക് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ലോർഡ്സിൽ ചരിത്രം രചിക്കാൻ സൗത്ത് ആഫ്രിക്കയ്ക്ക് കഴിയുമോ, അതോ ഓസ്ട്രേലിയ ഇനി ഒരു അട്ടിമറി വിജയം സ്വന്തമാക്കുമോ? കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.